നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഫരീദാബാദിലെ അൽഫല സർവകലാശാലയ്ക്ക് വളരെ കുറച്ച് അകലെ മാത്രമാണ് ഒരു ഭൂഗർഭ അറ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത് NIA നിരീക്ഷണത്തിലാണ്. എന്തർത്ഥത്തിലാണ് അല്ലെങ്കിൽ എന്തുദ്ദേശത്തിലാണ് ഈ ഭൂഗർഭ മദ്രസ അതിനടിയിൽ പ്രവർത്തിച്ചിരുന്നത് എന്നാണ് ഇനി കണ്ടെത്തേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് ഈ സ്ഥലം വാങ്ങിയിട്ടുള്ള ആളുകളെല്ലാം തന്നെ NIA ചോദ്യം ചെയ്തു വരികയാണ്. NIAയുടെ ഒരു റഡാറിലാണ് ഇപ്പോൾ ഈ ഒരു ഭൂഗർഭ മദ്രസയുള്ളത്. ഈ സ്ഥാപനവുമായുള്ള ക്രമക്കേടുകളും ഭീകരബന്ധങ്ങളും അന്വേഷിക്കുന്ന അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണം ഇപ്പോൾ 24 മണിക്കൂറും ഇതിനെ ചുറ്റിപ്പറ്റിയുണ്ട്. ഫരീദാബാദിലെ ദൌജിലെ ഒരു ഗ്രാമത്തിനടുത്തുള്ള പൂർണ്ണമായും ഒറ്റപ്പെട്ട പ്രദേശത്താണ് ഈ ഒരു കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. സാധാരണ കാണുന്ന കെട്ടിടങ്ങളെ പോലെയല്ല, അത് ഭൂമിക്കടിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 4000 മുതൽ 5000 ചതുരശ്ര അടി വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ മദ്രസയുടെ അസാധാരണമായ നിർമ്മാണം ഭൂനിരപ്പിൽ നിന്ന് ഏകദേശം 7 അടി താഴെയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഏജൻസികളുടെ ശ്രദ്ധ ആകർഷിച്ചത്. ഇത്തരത്തിൽ ഭൂമിക്കടിയിൽ, പ്രത്യേകിച്ച് ഈ അൽഫല യൂണിവേഴ്സിറ്റിയുടെ അവിടെ നിന്ന് വളരെ കുറച്ച് അകലം മാത്രമായിട്ട് ഇങ്ങനെ ഒരു കെട്ടിടം പ്രവർത്തിച്ചത് എന്തിനാണ്? ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യം നല്ലതാണോ, അതോ മറ്റേതെങ്കിലും ഭീകര പ്രവർത്തനങ്ങൾക്കുള്ള ഒരു കേന്ദ്രമായി ഇതിനെ വളർത്തിക്കൊണ്ടുവരാനാണോ ഇങ്ങനെ ഒരു കെട്ടിടം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ഇതിലേക്ക് എത്താനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഈ ഡൽഹി സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുള്ള ഈ ഭീകരവാദികളുടെ വായിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. ഹമാസ് മോഡലുള്ള ഒരു ആക്രമണമാണ് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും അവർ ലക്ഷ്യമിട്ടിരുന്നത് എന്നുള്ളത്. ഹമാസ് ഗാസയിലുടനീളം ഇത്തരത്തിൽ സ്കൂളുകളും ആശുപത്രികളും മറ്റുള്ള പള്ളികളും കെട്ടിടങ്ങളുടെ ഒക്കെ താഴെയാണ് വലിയ ഭൂഗർഭ അറകൾ, കിലോമീറ്ററുകളോളം നീളമുള്ള ആഡംബരപൂർണമായിട്ടുള്ള എല്ലാ സൗകര്യമുള്ള ഭൂഗർഭ അറകൾ നിർമ്മിച്ച് വർഷങ്ങളോളം കാത്തിരുന്നിട്ടാണ് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള ആക്രമണം ഇസ്രായേലോട്ട് കഴിഞ്ഞ 2023 ഒക്ടോബർ 7 നടത്തിയത്. ഒരു പക്ഷേ അതിൻ്റെയൊക്കെ ഒരു തുടക്കമായിട്ടുള്ള ഒരു കാര്യമായിരിക്കോ ഈ ഒരു ഭൂഗർഭ അറ. ഇപ്പോൾ ഫരീദാബാദിനടുത്ത് കണ്ടെത്തിയിട്ടുള്ള ഈ ഒരു ഭൂഗർഭ അറയിലൂടെയും അത്തരത്തിലൊരു ആക്രമണമാണോ ഇപ്പോൾ ഈ അറസ്റ്റിലായിട്ടുള്ള ഭീകരവാദികളോ അല്ലെങ്കിൽ ഇവരുടെ സംഘടനയോ ലക്ഷ്യമിട്ടിരുന്നത് എന്നുള്ള ചോദ്യമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് കൃത്യമായിട്ടുള്ള നിരീക്ഷണത്തിലാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരെയും ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. മദ്രസയുടെ 3 അടി ഉയരമുള്ള ഒരു ചെറിയ ഘടന മാത്രമേ നിലത്തിന് മുകളിൽ കാണാൻ കഴിയൂ. ചുവരുകൾ വളരെ കട്ടിയുള്ളതാണ്. പ്ലാറ്റ്ഫോം പോലുള്ള ഘടനകൾ മുഴുവൻ ഭൂഗർഭ ഭാഗത്തും വ്യാപിച്ചു കിടക്കുന്നുണ്ട്. സാധാരണ മദ്രസയുടെ രൂപകൽപ്പനയ്ക്ക് സമാനമല്ല ഈ രൂപകൽപ്പനയെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. അതായത് മറ്റുള്ള കെട്ടിടങ്ങൾക്കുള്ളതിനേക്കാൾ വളരെ ഇരട്ടിയിലധികം കട്ടിയാണ് ഇതിന്റെ പല മതിലുകൾക്കും തൂണുകൾക്കും ഉള്ളതെന്നാണ് പറയുന്നത്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്ഫോടനമോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും തകർന്നു വീഴുന്ന തരത്തിലല്ല ഇതിന്റെ ഘടന നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. നവംബർ 10 ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനം നടത്തിയ ചാവേർ ഉമർ നബിയുടെ കൂട്ടാളികളിൽ ഒരാളായ മുസമിൽ ഷക്കീലിനെ മൗലാന ഇഷ്തിയാഖ് നേരത്തെ ഒരു മുറി ഇതിൽ വാടകയ്ക്ക് എടുത്തിരുന്നു. സ്ഫോടനത്തിൽ കുറഞ്ഞത് 13 പേർ മരിച്ചിരുന്നു. മുസമിലിനെ ചോദ്യം ചെയ്യുന്നതിനിടെ പേര് പുറത്തു വന്നതിനെ തുടർന്ന് മൗലാന ഇഷ്തിയാഖിനെ അറസ്റ്റും ചെയ്തു. ഈ പുരോഹിതനെ ഭൂമി ഇടപാട് നടത്തിക്കൊടുത്ത വസ്തു ഇടപാടുകാരന് ഇതുവരെ മുഴുവൻ പണവും ലഭിച്ചിട്ടില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ക്രയവിക്രയിലും വളരെയേറെ ഗുരുതരമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട്. ഇതുവരെ ഒരു രേഖയും പൂർത്തിയായിട്ടില്ല. മദ്രസയ്ക്ക് സ്ഥലം വാങ്ങാൻ ഒരു സ്ഥലം വിറ്റതായും അത് ഇപ്പോഴും നിർമ്മാണത്തിലാണെന്നും പുരോഹിതന്റെ കുടുംബം പറഞ്ഞു. മദ്രസയ്ക്കുള്ള ഫണ്ടിന്റെ ഉറവിടം, അതിലേക്ക് സംഭാവന നൽകിയവർ, സഹകാരികൾ, സ്ഥാപനം നടത്താനുള്ള ഉദ്ദേശം എന്നിവയും ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ട്. സംഭാവന നൽകിയവരിൽ ഒരാളാണ് മുസമിൽ. കുട്ടികൾ പലപ്പോഴും മദ്രസയിൽ സന്ദർശിക്കാറുണ്ടെന്നും സമീപത്ത് താമസിക്കുന്ന ആളുകളും NDTV പോലുള്ള ചാനലുകളോടും പ്രതികരിച്ചിട്ടുണ്ട്. അന്വേഷണ ഏജൻസികളും ഫരീദാബാദ് പോലും കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് മദ്രസ സന്ദർശിച്ച് സമീപത്തുള്ള ആളുകളെ ചോദ്യം ചെയ്തു. മൗലാന ഇഷ്തിയാഖിന്റെ കുടുംബം മുസാമിലിന് വീട് വാടകയ്ക്ക് നൽകിയതായും സമ്മതിച്ചു. എന്നാൽ പുരോഹിതൻ നിരപരാധിയാണെന്ന് അവകാശപ്പെട്ടു. മുസമിലിനെ മുൻപ് തങ്ങൾക്ക് അറിയില്ലെന്നും അദ്ദേഹം ഏതൊരു സാധാരണ വാടകക്കാരനെയും പോലെയാണെന്നും അവർ വിശ്വസിച്ചു. അതേസമയം ഇന്ന് ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് 7ാമത്തെ പ്രതിയാണ് ഇന്ന് NIA അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഫരീദാബാദ് നിവാസിയായ സോയാബിന്റെ ഏറ്റവും പുതിയ അറസ്റ്റ്. പ്രാഥമിക ബോംബർ ഉമർ നബിയെ പിന്തുണച്ചും പ്രാപ്തമാക്കിയതുമായ ശൃംഖലയെക്കുറിച്ച് വ്യക്തമായ ചിത്രം നിർമ്മിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥരെ സഹായിച്ചു. ഫരീദാബാദിലെ ദൌജിൽ